എല്ലാവർക്കും നമസ്കാരം. ബാബാമി ക്ലാസ്സുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പുതിയ വിഷയമായിട്ടാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി ഒരു പ്രസംഗം എങ്ങനെ നടത്താം, അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാനെ കൊണ്ട് മറക്കരുത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി ഒരു പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി ഒരുങ്ങുന്നവർ, അതായത് കൊച്ചുകുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അപ്പോൾ ഒരു പ്രസംഗം നടത്താനെ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി ഒരു പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി നമ്മൾ സ്റ്റേജിൽ പോയി നിന്നിട്ട് നമുക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ആരായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന്. രണ്ടാമത്തെ കാര്യം എവിടെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ. അഞ്ചാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ വായിച്ചതായ ഏതെങ്കിലും ഒരു കൃതി, അല്ലെന്നുണ്ടെങ്കിൽ അറിഞ്ഞതോ കേട്ടതോ ആയ കഥ, അല്ലെന്നുണ്ടെങ്കിൽ ആ കഥയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാനെ കൊണ്ടുവരും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി സംസാരിക്കാൻ കൊടുക്കും. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എവിടെ തുടങ്ങി, ഭാഷാ ശൈലി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ, അതുപോലെ തന്നെ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയിലെ ഒരു കഥയായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നോവലായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനകത്തെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക. ഒപ്പം ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുക. ഈ 5 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കാനെ കൊണ്ട്, നമുക്ക് തയ്യാറെടുക്കാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതായ ഒരു അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഭാഗത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. അപ്പം അങ്ങനല്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഓരോ കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ച് പ്രസംഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രസംഗം നടത്താനെ കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വിഷയം കൂടി തന്നുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.